നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിൽ ടാക്സ് പ്രാക്ടീഷണേഴ്സിന്റെ പങ്ക് വളരെ വലുതെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വയോധികനെ ആക്രമിച്ച കൈയൊടിച്ച കേസിൽ നടപടി വൈകുന്നതായി പരാതി. ഇടുക്കി ജില്ലയിലെ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടത്തി. ഇടുക്കി ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ മികച്ച നിലവാരം പുലർത്തുന്ന രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മാത്യു വർഗീസിന് യാത്രയയപ്പ് നൽകി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിൽ ടാക്സ് പ്രാക്ടീഷണേഴ്സിന്റെ പങ്ക് വളരെ വലുതെന്ന ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. തൊടുപുഴയിൽ നടന്ന ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ മെർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ നടന്ന ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരളയുടെ 12ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ നികുതി വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണ് ടാക്സ് പ്രാക്ടീഷണേഴ്സെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നെ പോലെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഈ ടാക്സ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഹോളാണ്. യാതൊരു ധാരണയുമില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഞാനൊരു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലും പിന്നീട് വിദേശത്ത് സ്വിറ്റ്സർലൻഡിലുമൊക്കെ IT മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇപ്പം ഇൻകം ടാക്സ് ഫയലിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു തലവേദനയായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഏൽപ്പിച്ച് എളുപ്പത്തിൽ കാര്യം സാധിക്കുക എന്നുള്ളതാണ് ഇത്രയും ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. ടാക്സ് പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ടാക്സ് സംബന്ധമായ വിഷയങ്ങൾ അവർക്കൊരു തലവേദനയും ഉണ്ടാകാതെ അവർക്ക് വേണ്ടി ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്ത് മാറി വരുന്ന നിയമങ്ങളൊക്കെ ഗാഢമായി പഠിച്ച് വേണ്ട മാറ്റങ്ങളും ടാക്സ് ഫയലിനെ കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുത്ത് ഇത് ടാക്സ് സേവിങ്ങും അതിനോടൊപ്പം തന്നെ പുതിയ റിസ്കുകളുമൊക്കെ മിറ്റിഗേറ്റ് ചെയ്യുന്ന ഈ ടാക്സ് പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിനൊരു അനിവാര്യതയാണ്. നിങ്ങളെപ്പോലെയുള്ള ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം മൊത്തം അവതാളത്തിലാണ്. സംസ്ഥാന പ്രസിഡന്റ് AN പുരം ശിവകുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ MR മണികണ്ഠൻ, AN ശശിധരൻ, K സോമരാജൻ എന്നിവർ ആശംസകൾ നേർന്നു. PR രാജൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ AK അയൂബ് നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിൽ G ജ്യോതി പ്രസാദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി സംഘടനയുടെ റിപ്പോർട്ടും ട്രഷറർ EK ബഷീർ വരവുചെലവു കണക്കുകളും അവതരിപ്പിച്ചു. സിറ്റി വിഷൻ തൊടുപുഴ. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വയോധികനെ ആക്രമിച്ച് കൈയൊടിച്ച കേസിൽ നടപടി വൈകുന്നതായി പരാതി. മെയ് 1-ാം തീയതി കാളിയാർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി വൈകുന്നത്. ഇടുക്കി കാളിയാർ പഞ്ചായത്തിലെ മുള്ളങ്ങാട് സ്വദേശിയായ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വയോധികനായ രാജപ്പനെ ആക്രമിച്ച് കൈയൊടിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് മേട്ടൂർ വീട്ടിൽ രാജപ്പൻ ആക്രമിക്കപ്പെട്ടത്. ജാതി അധിക്ഷേപം നടത്തുകയും വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീകൾ ഉൾപ്പെടെ 4ഓളം പേർ ചേർന്ന് മർദ്ദിക്കുകയും കൈ തല്ലിയൊടിക്കുകയും ചെയ്തുവെന്നാണ് രാജപ്പന്റെ ആരോപണം. ആക്രമണത്തെ തുടർന്ന് ദിവസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നതായും അദ്ദേഹം പറയുന്നു. ഇതിന്റെ മുറ്റത്തേക്ക് വന്നപ്പോൾ ഒരു പ്രകോപനമില്ലാതെ 4 പേര്, ചാക്കോച്ചനും ചാക്കോച്ചന്റെ മകൻ സനീഷും ചാക്കോച്ചന്റെ മൂത്ത മകന്റെ ഭാര്യ ചിഞ്ചു, പിന്നെ എൻ്റെ വീടിൻ്റെ ഒരു 2 കിലോമീറ്റർ അകലെ താമസിക്കുന്ന മറ്റേ അജീഷ് ഷൈജു കൊച്ചുപറമ്പിൽ എന്നെ ആളും കൂടി
യാതൊരു പ്രകോപനവുമില്ലാതെ എന്നെ അടിക്കുകയും തല്ലുകയും എൻ്റെ 12 അടി താഴ്ചയുള്ള എൻ്റെ മുറ്റത്തിൻ്റെ അടിയിലേക്ക് തള്ളി വിടുകയും അതിനുശേഷം ഇവർ പോയി എന്ന് വിചാരിക്കാൻ കയറി വരുമ്പോൾ ഇവർ ഇരുട്ടത്ത് മറവിൽ നിന്നുകൊണ്ട് എന്നെ വീണ്ടും അടിക്കുകയും ചാക്കോച്ചൻ പിടിച്ചു നിർത്തുകയും സനീഷ് എൻ്റെ കൈ തല്ലി ഒഴിക്കുകയും ഉണ്ടായി. അതിനുശേഷം ഞാൻ തൊടുപുഴ താലൂക്ക് ആശുപത്രി ചെല്ലുകയും അത് പരിക്ക് ഗുരുതരമായതുകൊണ്ട് അവിടുന്ന് എന്നെ റെഫർ ചെയ്യുകയും ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ 12 ദിവസം ചികിത്സയിലായിരുന്നു. എൻ്റെ കൈ ഒടിയുകയും കൈ സർജറി ചെയ്ത് ഇപ്പം നിലവിൽ ഇരിക്കുകയാണ്. സംഭവത്തിൽ കാളിയാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുള്ളരിങ്ങാട് വെള്ളക്കയം അമ്പാട്ടുകുന്നേൽ ചാക്കോച്ചനും ഇദ്ദേഹത്തിന്റെ മകനും മറ്റു ബന്ധുക്കളും ചേർന്നാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രതികളെ ഇതുവരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നാണ് രാജപ്പന്റെ ആരോപണം. കേസിന്റെ അന്വേഷണം തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണെങ്കിലും അന്വേഷണ പുരോഗതിയെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിക്കുന്നില്ലെന്നും പ്രതികൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ അനാവശ്യ കാലതാമസം നേരിടുകയാണെന്നും പരാതിക്കാരൻ പറയുന്നു. സംഭവത്തിൽ നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനാണ് രാജപ്പന്റെ തീരുമാനം. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കു നേരെയുണ്ടായ ഗുരുതര ആക്രമണത്തിൽ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ വൈകുന്നത് ആശങ്കാജനകമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. സിറ്റി വിഷൻ, ഇടുക്കി. ഇടുക്കി ജില്ലയിലെ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടത്തി. ഇടുക്കി ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ മികച്ച നിലവാരം പുലർത്തുന്ന രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. നവാഗതരായ കുരുന്നുകളെ ബലൂണുകളും മിഠായികളും നൽകിയാണ് സ്വീകരിച്ചത്. രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ മികച്ച നിലവാരം പുലർത്തുന്ന രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. നവാഗതരായ കുരുന്നുകളെ ബലൂണുകളും മിഠായികളും നൽകിയാണ് സ്വീകരിച്ചത്. തുടർന്ന് സ്കൂൾ ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ SMC ചെയർമാൻ റോയി പാലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെരിയുകയോ ഏതെങ്കിലും ഒരു കല്ല്, ഒരു പക്ഷേങ്കിൽ കല്ലെടുപ്പ് കാണാത്ത കുട്ടികൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഗ്യാസ് അടുപ്പുണ്ട്. ആ ഗ്യാസ് അടുപ്പിലും ഒരു പാത്രം വെക്കാൻ 3 ആര പോലെ ഒരു കമ്പികളുണ്ട്. ആ 3 കമ്പിയിലെ ഒരു കമ്പി ഒരല്പം വളർത്തിയിരുന്നാൽ പാത്രം ചെരിയിരിക്കും. ഞാനിത് പറയാൻ കാരണം നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ നാടിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ഗുരുക്കന്മാർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഏറ്റവും മാർഗദർശനമായി പോകേണ്ടത് അനിവാര്യമാണ്. ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ കുട്ടികൾ ഓരോരുത്തരും ഇന്നലെ എന്തായിരുന്നു എന്നല്ല, ഇന്നു മുതൽ ഞാനൊരു പ്രതിജ്ഞയെടുക്കും. ഞാൻ നല്ലവനായി സമൂഹത്തിന് വേണ്ടി കൊച്ചുകുട്ടികളാവുമ്പോൾ ആദ്യമായി വരുന്ന സ്കൂളിലേക്ക് വരുമ്പോൾ ആകുലതകള് ഇപ്പോൾ ചിരിച്ചും കളിച്ചും അല്ലെങ്കിൽ തമാശ പറഞ്ഞും. ഹെഡ്മിസ്ട്രസ് നബീസത്ത് ബീവി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ES രഹ്ന നന്ദിയും അർപ്പിച്ചു. ചടങ്ങിൽ വച്ച് +2 SSLC ക്ലാസുകളിൽ A+ നേടിയവരെയും LSS, USS സ്കോളർഷിപ്പ് നേടിയവരെയും ആദരിച്ചു. കുമാരി ആദ്ര ബിനു, SSLC പരീക്ഷയിൽ 8 A+ കരസ്ഥമാക്കിയ കുമാരി അലീന ജോയ്. മുൻവർഷങ്ങളിലെ പോലെ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ എല്ലാ കുട്ടികളെയും മെഡൽ നൽകി ആദരിച്ചു. ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴി, 1ാം വാർഡ് മെമ്പർ ബാബു കൊച്ചുപുര, SMC വൈസ് ചെയർമാൻ NR സുഭാഷ്, പ്രിൻസിപ്പാൾ U പ്രിയ, MPTA പ്രസിഡന്റ് ഷിജി ജെയിംസ്, സീനിയർ അസിസ്റ്റന്റ് VK ആറ്റ്ലി, PTA ഭാരവാഹികളായ ബിനോയ് ജോർജ്, അഡ്വക്കേറ്റ് നിഷമോൾ ജീസൻ, ജേക്കബ് മച്ചാനി, ബിൻസി എൽദോ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വച്ച് പെൻഷൻ അസോസിയേഷൻ ഭാരവാഹികൾ സ്കൂളിലെ നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുവാനായി 10,000 രൂപയുടെ ധനസഹായവും സ്കൂൾ അധികൃതരെ ഏൽപ്പിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്.
കേരള വനം വന്യജീവി വകുപ്പ് ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷൻ വന്യജീവി സങ്കേതം വിൻഡിവാക്ക് ട്രക്കിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി കോതപാറ, കുമരിക്കുളം, കുവലേറ്റം EDCകളിലെ കുട്ടികൾക്കായി പഠനോപകരണ വിതരണവും ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച ലഹരി വിരുദ്ധ സെമിനാറും നടന്നു. വളകോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള വനം വന്യജീവി വകുപ്പ് ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷൻ വന്യജീവി സങ്കേതം വിൻഡിവാക്ക് ട്രെക്കിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി കോതപാറ, കുമരിക്കുളം, കൂവലേറ്റം EDCകളിലെ കുട്ടികൾക്കായി പഠനോപകരണ വിതരണവും ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ സെമിനാറും നടന്നു. വളകോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ B. പ്രസാദ് കുമാർ അധ്യക്ഷനായി. പഠനോപകരണ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് കുറുമ്പുറം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷ പ്രദീപ്, ജിസാമോൾ നോബർ, EDC ചെയർമാൻമാരായ ജോമോൻ മണ്ണാറാത്ത്, KV ജോസഫ്, TE ജോസഫ്, EDC സെക്രട്ടറി A. ഷുക്കൂർ എന്നിവർ പ്രസംഗിച്ചു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചു നടന്ന ബോധവൽക്കരണ സെമിനാർ വിമുക്തി മിഷൻ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഡിജോ ജോസ് നയിച്ചു. EDCകളുടെ നേതൃത്വത്തിൽ 2ാം തവണയാണ് കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്തുന്നത്. 250ഓളം കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. കുട്ടികളും മാതാപിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഉപ്പുതറ. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ തുടരുന്ന ചൂർണി ചാരിറ്റബിൾ ട്രസ്റ്റ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചെറുതോണി ഗാന്ധിനഗറിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു നീല ഉദ്ഘാടനം ചെയ്തു. വാഴത്തോപ്പ്, മരിയാപുരം പഞ്ചായത്തുകളിലെ 50ഓളം വിദ്യാർത്ഥികൾക്ക് നോട്ടുബുക്കുകളും മറ്റു പഠനോപകരണങ്ങളും വിതരണം ചെയ്ത് ചൂർണി ചാരിറ്റബിൾ ട്രസ്റ്റ്. ഗാന്ധിനഗർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിലാണ് വിദ്യാർത്ഥികൾക്ക് പഠനസഹായങ്ങൾ കൈമാറിയത്. കഴിഞ്ഞ 5 വർഷമായി സ്കൂൾ തുറക്കുന്ന വേളയിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, സ്കൂൾ ബാഗുകൾ, കുടകൾ എന്നിവ വിതരണം ചെയ്തുവരുന്ന ട്രസ്റ്റ് വിദ്യാഭ്യാസ മേഖലയിലെ സാമൂഹിക ഇടപെടലുകൾക്ക് മാതൃകയാകുകയാണ്. ചൂർണി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനും വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ CG കലേഷിന്റെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ട്രസ്റ്റ് നടപ്പാക്കി വരുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ വർഷങ്ങളായി പ്രഭാതഭക്ഷണ വിതരണം നടത്തുന്ന ട്രസ്റ്റ് ഗാന്ധിനഗർ കോളനിയിലെ 25ഓളം നിർധനരായ രോഗികൾക്ക് ദിവസവും ഭക്ഷണം എത്തിച്ചു നൽകുന്നുണ്ട്. കൂടാതെ 5 കുടുംബങ്ങൾക്ക് മരുന്ന് വിതരണം ചെയ്യുന്നതും ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ്. 2000-ലധികം രോഗികൾക്ക് രക്തദാനം ഉറപ്പാക്കുന്നതിനും പരിസ്ഥിതി ദിനാചരണങ്ങളുടെ ഭാഗമായി വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിലും ട്രസ്റ്റ് സജീവമാണ്. ചടങ്ങിൽ CG കലേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു നീല പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയാം, ചൂർണി ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. വർഷങ്ങളായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ചിലപ്പം ആരാധനയോടെ നോക്കി പോകാറുണ്ട് കലീഷിനെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണക്കാരുടെ കഴിയില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കലേഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, അത് ഈ ഇപ്പം നാളുകളായിട്ട് ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയ ദൗത്യം തന്നെയാണ്. ആ ദൗത്യം ഏറ്റെടുക്കാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ളത് അതിനേക്കാളും വലിയ കാര്യമാണ്. അപ്പോൾ ഇന്ന് വരെ മുടക്കമില്ലാതെ ഏതാണ്ട് ഒരു 10 വർഷക്കാലമായി അല്ലേ, 10 വർഷക്കാലമായിട്ട് ഇന്ന് വരെ മുടക്കമില്ലാതെ ഭക്ഷണം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ആരും സഹായിക്കാതെ ഇതുപോലെയുള്ള അപ്പോൾ അങ്ങനെ വരുന്ന കുറേ കാര്യങ്ങളിലോട്ട് നിങ്ങളെയും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം ലക്ഷ്യങ്ങൾ. സത്യസായി ബാബ ട്രസ്റ്റ് ജില്ലാ കോർഡിനേറ്റർ ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. KDP സംസ്ഥാന സെക്രട്ടറി PK ജയൻ, ചൂർണി ട്രസ്റ്റ് വൈസ് ചെയർമാൻ മനോജ് പുളിക്കൻ, ട്രസ്റ്റ് ഭാരവാഹികളായ റെജി സണ്ണി, സൗമ്യ AS എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ സഹായം ആവശ്യമുള്ളവർക്കായി നിരന്തരം സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ചൂർണി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ചടങ്ങിൽ അഭിനന്ദനവും രേഖപ്പെടുത്തി. സിറ്റി വിഷൻ ഇടുക്കി. കുടിയേറ്റ ഗ്രാമമായ രാജാക്കാടിന്റെ മണ്ണിൽ ആയിരങ്ങൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയമാണ് രാജാക്കാട് പഴയവടുതി ഗവൺമെന്റ് UP സ്കൂൾ. രാജാക്കാട് പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടിയേറ്റ ഗ്രാമമായ രാജാക്കാടിന്റെ മണ്ണിൽ ആയിരങ്ങൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയമാണ്
രാജാക്കാട് പഴയവിടുതി ഗവൺമെന്റ് UP സ്കൂൾ. രാജാക്കാട് പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാനസികവുമായ വളർച്ചയും അവരുടെ കഴിവുകളും പരിപോഷിപ്പിക്കാൻ വേണ്ടി അക്ഷരം പ്രയത്നിക്കുന്ന ഈ കഴിഞ്ഞ കാലഘട്ടത്തിലും തുടർന്നുള്ള ദിനങ്ങളിലും നമുക്ക് കഴിയട്ടെ. തിരുവണ്ണ നിറത്തോടുകൂടി ഒരു 3 കല്ലുകൾ രക്ഷിതാക്കള്, ഗുരുക്കന്മാര്, കുട്ടികള് ഇതിലേതെങ്കിലും ഒരല്പം ചെരിഞ്ഞു പോയാൽ അത് പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അക്ഷരം പ്രയത്നിക്കുന്ന അധ്യാപകരാണ്. സ്കൂൾ HM ആസാദ് AS സ്വാഗതം ചെയ്തു. വാർഡ് മെമ്പർ സുധീർ കോട്ടക്കുടി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്ധ്യ ബൈജു കുഞ്ഞു കുരുന്നുകളെ ബലൂൺ, ബാഗുകൾ നൽകി സ്വീകരിച്ചു. പഞ്ചായത്ത് മെമ്പർമാർ ആശംസകൾ അറിയിച്ചു. തുടർന്ന് രാജാക്കാട് വജ്രം SHG ബാഗുകൾ, പുസ്തകങ്ങൾ, കുടകൾ തുടങ്ങിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. രാജാക്കാട് കേരള പെൻഷൻ അസോസിയേഷൻ പ്രവർത്തകരും പഠനോപകരണങ്ങൾ നൽകി. തുടർന്ന് പഞ്ചായത്ത് നൽകിയ പ്രീ പ്രൈമറി കുട്ടികൾക്കു വേണ്ടിയുള്ള പാർക്കിന്റെ ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസി നിർവഹിച്ചു. സ്കൂൾ അധ്യാപകർ, PTA പ്രതിനിധികൾ നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. പ്രവേശനോത്സവ ദിനത്തിൽ സ്വന്തം സ്കൂളിന് സ്കൂൾ മോഡലുണ്ടാക്കി സമ്മാനിച്ച മിടുക്കരായ സഹോദരങ്ങളാണ് നവനീതും നന്ദനയും. ഇടുക്കി സേനാപതി പഞ്ചായത്തിലെ മുക്കൊടിൽ കാളിയാങ്കുന്നേൽ വീട്ടിൽ റെജിയുടെയും ജിഷയുടെയും മക്കളാണ് NR സിറ്റി SNV സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി നവനീതും 8ാം ക്ലാസ് വിദ്യാർത്ഥിനി നന്ദനയും. നവനീത് ത്രെഡ് പാറ്റേൺ നിർമ്മാണത്തിൽ പ്രാഗൽഭ്യം തെളിയിക്കുകയും സംസ്ഥാനതലത്തിൽ സമ്മാനം നേടുകയും ചെയ്തിട്ടുണ്ട്. ഗായികയും അഭിനേത്രിയുമായ നന്ദന 5ഓളം ആൽബങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ വെക്കേഷൻ കാലത്ത് എന്ത് ചെയ്യണമെന്ന് ഈ സഹോദരങ്ങൾ ആലോചിച്ചപ്പോൾ തങ്ങളുടെ സ്കൂളിന്റെ ഒരു മോഡൽ നിർമ്മിച്ചാലോ എന്നിവർ ആലോചിക്കുകയായിരുന്നു. വീട്ടുകാർ കട്ട സപ്പോർട്ടൊപ്പം കൂടി. അതിനുവേണ്ട എല്ലാ സാധനസാമഗ്രികളും അവർക്ക് വാങ്ങി നൽകി. 2 മാസം കാലം കൊണ്ടാണ് സ്കൂളിന്റെ തനിപ്പകർപ്പ് ഈ സഹോദരങ്ങൾ നിർമ്മിച്ചത്. നിർമ്മാണഘട്ടത്തിൽ ഇവർ പലവട്ടം സ്കൂളിലെത്തുകയും സൂക്ഷ്മമായി മോഡൽ നിർമ്മിക്കുകയും ചെയ്തു. മൾട്ടിവുഡ്, പേപ്പർ സ്ട്രോ, പ്ലൈവുഡ്, പെയിന്റ്, പശ എന്നിവ ഉപയോഗിച്ചാണ് ഇവർ മോഡൽ നിർമ്മിച്ചത്. സ്കൂൾ മാനേജർ ജെയിൻ, ഹെഡ്മാസ്റ്റർ ശ്രീനി KR, PTA പ്രസിഡന്റ് ഉല്ലാസ് എന്നിവർ ചേർന്ന് മോഡൽ ഏറ്റുവാങ്ങി. എൻ്റെ സ്കൂളിലെ നവനീത് 10ാം ക്ലാസ്സിലെ കുട്ടിയാണ്. നന്ദന 7ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ഈ കുട്ടികൾ സ്കൂളിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി അതിൻ്റെ ഒരു വീഡിയോ ഇന്നലെ എനിക്ക് അയച്ചു തന്നു. വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നുകയും ആ കുട്ടികളോട് ഇന്ന് മോഡലുമായിട്ട് സ്കൂളിലെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. വെക്കേഷൻ കാലം 2 മാസക്കാലം അവർ വിശ്രമമില്ലാതെ പണിയെടുത്തിട്ടാണ് സ്കൂളിൻ്റെ മോഡല് സ്കൂളിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ചിത്രീകരിച്ച് ഉണ്ടാക്കിയത്. കുട്ടികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതേപോലെ നിരവധി പ്രതിഭകൾ എൻ്റെ സ്കൂളിലുണ്ട്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ കുട്ടികൾക്ക് സമ്മാനം നൽകി പ്രോത്സാഹിപ്പിച്ചു. പ്രവേശനോത്സവത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ, രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്.
ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ചിന്ത വായനശാല ഉപ്പുതറയുടെ നേതൃത്വത്തിൽ വളകോട് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്കായി പഠനോപകരണ വിതരണം നടത്തി. ചിന്ത വായനശാല പ്രസിഡന്റ് K. കലേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചിന്ത വായനശാല ഉപ്പുതറയുടെ നേതൃത്വത്തിൽ വളക്കോട് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്കായി പഠനോപകരണ വിതരണം നടത്തി. ചിന്ത വായനശാല പ്രസിഡന്റ് K. കലേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ഫോൺ കൊടുത്തിട്ട് അവനോട് പറഞ്ഞാൽ നമുക്കറിയത്തില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ആ കുഞ്ഞിനറിയാം. അതുപോലെ വായന എന്ന് പറയുന്നത് കുട്ടികളിൽ നിന്നും ഈ തലമുറയിൽ നിന്നും അന്യമായി പോകുന്ന ഒരു കാലഘട്ടമാണ്. ഈ വളകോട് പ്രദേശത്ത് നമുക്കൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, അവിടെ വായനശാല ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം നന്നായിട്ട് വായനശാലയും ലൈബ്രറിയും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന യുവാ ക്ലബ് ഉണ്ടായിരുന്നു. ആ ക്ലബിന്റെ നേതൃത്വത്തിൽ PTA പ്രസിഡന്റ് ബിബിൻ ജോസഫ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ജിസാമോൾ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് നിഷ സുകുമാരൻ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. ഷിജോ ഫിലിപ്പ്, KR രാജീവ് ലാൽ, RR ശരണ്യ എന്നിവർ പ്രസംഗിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ വിജേഷ് വിജയൻ, PK സലീവ്, K അഖിലേഷ് കുമാർ, ജോമോൻ മണ്ണാറത്ത്, അശ്വിൻ സുനിൽ, ഇമ്മാനുവൽ എന്നിവർ നേതൃത്വം നൽകി. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിവിധ അംഗൻവാടികളിലും ചിന്താ വായനശാലയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തിരുന്നു. സിറ്റി വിഷൻ, ഉപ്പുതറ. ബൈസൺവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചായത്ത് തല പ്രവേശനോത്സവം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാലുമോൾ സാബു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ കുട്ടികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു. ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവമാണ് ബൈസൺവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാലുമോൾ സാബു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പുതിയതായിട്ട് സ്കൂളിലേക്ക് എത്തിച്ചേരുന്നതും യൂണിഫോം ഇട്ട് എത്തിച്ചേരുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങളെല്ലാം വളരെ ആഘോഷപൂർവ്വമായിട്ടും ആകാംക്ഷഭരിതരായിട്ടുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ സ്കൂളുകളെ മികവിന്റെ വിദ്യാലയങ്ങളായി മാറ്റുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രഥമമായ ലക്ഷ്യം. ഇന്ന് ഒരുപാട് സ്കൂളുകൾ മാറിയിട്ടുണ്ട്. ഹൈടെക് ക്ലാസ് റൂമുകളാണെങ്കിലും അവരുടെ പഠന സാഹചര്യങ്ങളാണെങ്കിലും ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക, അവർക്ക് നല്ല രീതിയിലേക്ക് ഒരു ജോലി എന്നതിനപ്പുറം
അവരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാക്കുക എന്നത് വളരെ വലിയ ലക്ഷ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലെ എല്ലാ ടീച്ചർമാരും കുട്ടികളുടെ ഓരോ സർഗാത്മക ശേഷിയെ വളർത്തുവാൻ വേണ്ടി പല കാര്യങ്ങളും മുന്നിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായി എത്തിയ കുരുന്നുകൾക്ക് പഠനോപകരണങ്ങൾ നൽകിയാണ് സ്കൂളിലേക്ക് സ്വീകരിച്ചത്. പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സുരേന്ദ്രൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശങ്കർകുമാർ ജി മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ പ്രസിഡന്റ് AC സുരേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അയ്യാസ്വാമി, സ്കൂൾ പ്രിൻസിപ്പൽ ഗീത K, സ്കൂൾ പ്രധാനാധ്യാപിക ആശ ജോസ്, സ്കൂൾ അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ബൈസൺവാലി. കാമാക്ഷി പാറക്കടവ് സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. മലനാട് SNDP യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് CK വത്സ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. 30-ലധികം കുരുന്നുകളാണ് കാമാക്ഷി പാറക്കടവ് സരസ്വതി വിദ്യാനികേതൻ സ്കൂളിന്റെ 25ാമത് പ്രവേശനോത്സവ ദിനത്തിൽ സ്കൂൾ പ്രവേശനത്തിന് പുതുതായി എത്തിയത്. സ്കൂൾ പ്രസിഡന്റ് KS പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രവേശനോത്സവം മലനാട് SNDP യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് CK വത്സ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങളും ഭയങ്കര തിരക്കാണ്. രക്ഷകർത്താക്കൾ തിരക്കാണ്, അമ്മമാർക്ക് തിരക്കാണ്, ടീച്ചേഴ്സിന് തിരക്കാണ്, അങ്ങനെ എല്ലാവർക്കും തിരക്കാണ്. എല്ലാവരും കൂടുതൽ സമയവും മൊബൈലിലാണെന്ന് തന്നെ പറയാം. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, അവരെ ആ വിദ്യാഭ്യാസത്തിലൂടെ അവരുടെ കൈ നമ്മൾ പിടിച്ച് നടത്തുമ്പോൾ അവരെ 1, 2, 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളവർ. അവർ സമൂഹത്തോട് അരുളും അൻപും അനുകമ്പയും ഉള്ളവരായി വളർത്താൻ നമുക്ക് സാധിച്ചാൽ തന്നെ അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ പടി അവർക്ക് കടക്കാൻ സാധിക്കും. ഭാരതീയ വിദ്യാനികേതൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി അജിത് K മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയ വിദ്യാനികേതൻ ഇടുക്കി ജില്ലാ ഉപാധ്യക്ഷൻ സുരേഷ് K, കാമാക്ഷി പഞ്ചായത്തംഗങ്ങളായ സോണിയ തോമസ്, ഷെബിൻ തോമസ്, സ്കൂൾ മാനേജർ KM സുനിൽ, അസിസ്റ്റന്റ് മാനേജർ MR സുനിൽകുമാർ, വിദ്യാലയ ക്ഷേമസമിതി പ്രസിഡന്റ് AR മനീഷ്, സ്കൂൾ രക്ഷാധികാരി ലക്ഷ്മിക്കുട്ടി കുമാരൻ തന്ത്രികൾ, മാതൃസമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രഭ മംഗളാനന്ദൻ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ തുടങ്ങിയവർ സംസാരിച്ചു. 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ നിരവധി പേർ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മാത്യു വർഗീസിന് യാത്രയയപ്പ് നൽകി. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായി സോഷ്യൽ ഫോറസ്റ്റ് പീരുമേട് റേഞ്ചിൽ നിന്നാണ് മാത്യു തോമസ് വിരമിച്ചത്. കേരള വനം വന്യജീവി വകുപ്പിന്റെ ഇടുക്കി സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷനിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വിരമിക്കുന്ന മാത്യു വർഗീസിന് സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ഇടുക്കി സഹ്യസാനു ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. യാത്രയയപ്പ് സമ്മേളനം ഇടുക്കി ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ MG വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സന്തോഷമാണ്, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. കാരണം അത്ര വലിയ ടെൻഷനൊന്നുമില്ല. കാരണം തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ നാടിൻ്റെ സൗഹൃദമുണ്ട്, കവലകളുണ്ട്, ഇറങ്ങിയിരിക്കാൻ സ്ഥലമുണ്ട്, വീട്ടിൽ പറയാൻ ആൾക്കാരുണ്ട്. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാന്താരികളോ നടാറുണ്ട്, ഭംഗിയൊക്കെയുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് പൊതുവെ കയറിയിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ മാറ്റി പോകുന്ന ലോകം വളരെ വളരെ വലിയ ലോകമാണ്. വനംവകുപ്പിലെ ലോകം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയൊരു ലോകമാണ്. സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ വിപിൻദാസ് PK അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജൂനിയർ സൂപ്രണ്ട് ജയശ്രീ R, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ CV ബിജു, പൊതുപ്രവർത്തകൻ PK ജയൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് മാത്യു വർഗീസിനെ പൊന്നാടയണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. UDF ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLAക്ക് സ്വീകരണം നൽകി. ഉപ്പുതറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി DCC സെക്രട്ടറി അരുൺ പൊടിപ്പാറ ഉദ്ഘാടനം ചെയ്തു. UDF ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLAക്ക് സ്വീകരണം നൽകി. ഉപ്പുതറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി DCC സെക്രട്ടറി അരുൺ പൊടിപ്പാറ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 25 വർഷമായി പീരുമേടിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന തനിക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ നന്നായി അറിയാമെന്നും പീരുമേടിന്റെ വികസനത്തിനായി പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കും ഉപ്പുതറയടക്കമുള്ള പ്രദേശങ്ങളിലെ കർഷകരുടെ പട്ടയമടക്കമുള്ള വിഷയങ്ങളിലുമാണ് ആദ്യ പരിഗണന നൽകുന്നതെന്നും അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLA മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു.
അതും യാഥാർത്ഥ്യമായി. ശ്രീ തോമസ് വേണ്ടി ജയിച്ചു. ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളുമായി ജനാധിപത്യ സ്ഥാനാർത്ഥികൾ ജയിച്ചു അല്ലേ? ഇനി നമ്മളെല്ലാം ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലേക്കുള്ള റോഡ് കാർ ചെയ്യണം, ഹരിദാസ് കണ്ണമ്പള്ളി റോഡ് ശരിയാക്കണം, ആശുപത്രി നന്നാക്കണം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വില്ലേജ് ഓഫീസ് അല്ലെ വില്ലേജിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ 20-25 വർഷക്കാലമായി പൂട്ടിക്കിടക്കുന്ന തീരുമാനിപ്പിക്കുന്നതിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറന്നു കൊടുക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവിടെ താമസിക്കുന്ന ആളുകളെ നമുക്ക് സാബു സൂചിപ്പിക്കുകയുണ്ടായി. സാബു വേങ്ങവേലിൽ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൾ വി.എസ്., പി. നിക്സൺ, പി.എം. വർക്കി, അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ, ജോർജ് ജോസഫ്, ടി. ശിവൻകുട്ടി, ലാലി സെബാസ്റ്റ്യൻ, ബിബിൻ ജോയി, ബിജോ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, കോൺഗ്രസ് ബ്ലോക്ക്, മണ്ഡലം, വാർഡ് ഭാരവാഹികൾ, പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഉപ്പുതറ. രതീഷ് നെടുങ്കണ്ടൻ രചിച്ച നന്ദിനിച്ചുഴി എന്ന നോവലിന്റെ പ്രകാശനം നടന്നു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചത്. ലോറി ഡ്രൈവറായ രതീഷിന്റെ 2ാമത്തെ പുസ്തകമാണ് നന്ദിനിച്ചുഴി. നാട്ടിൽ നിന്നുള്ള ഒരു എഴുത്തുകാരനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് KJU ഈ പുസ്തക പ്രകാശനം ഏറ്റെടുത്തത്. KJU താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജോമോൻ താന്നിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ഒരു പുസ്തകം എഴുതുന്നത് എങ്ങനെയാണ് എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് എഴുതും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് പരിപാടി? അപ്പോൾ അദ്ദേഹം നേരത്തെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്താണ് പരിപാടി എന്ന് പറഞ്ഞു. ഞാൻ ലോറി ഓടിക്കുന്ന ഡ്രൈവറാണ്. അപ്പോൾ ഒന്നുകൂടെ എന്നെ ഞെട്ടലുണ്ടാക്കി. കാരണം സാധാരണ ഒരു പണിയില്ലാത്ത ആളുകൾക്ക് ഒരു പുസ്തകം പോയിട്ട് ഒരു വരി എഴുതാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം വളരെ റിസ്ക്കുള്ള ഒരു ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ആ സമയത്ത് എങ്ങനെ ഈ 24 മണിക്കൂർ സാധാരണ ലോറിയൊക്കെ ആണെങ്കിൽ 24 മണിക്കൂർ ഓടിച്ചുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ. നെടുങ്കണ്ടം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M.N. ഗോപി മുഖ്യപ്രഭാഷണവും അധ്യാപകനും നിരൂപകനുമായ S. ജ്യോതിഷ് പുസ്തക പരിചയവും നടത്തി. പ്രശസ്ത എഴുത്തുകാരനും നിരൂപകനും നാടകരചയിതാവുമായ KR രാജേന്ദ്രൻ പുസ്തക പ്രകാശനം നടത്തി. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും അധ്യാപകനുമായ മുകേഷ് മോഹനൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി. യോഗത്തിൽ KJU താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി അനീഷ് P.A., കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോൺസൺ കൊച്ചുപറമ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KR രാമചന്ദ്രൻ, AKPA ജില്ലാ വൈസ് പ്രസിഡന്റ് ഗ്രീഷ്മ ഹണി, പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി സൗപർണിക സരിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി സജീവാർ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,320 രൂപ, പവന് 1,14,560 രൂപ, വെള്ളി ഗ്രാമിന് 290 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിൽ ടാക്സ് പ്രാക്ടീഷണേഴ്സിന്റെ പങ്ക് വളരെ വലുതെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വയോധികനെ ആക്രമിച്ച കൈയൊടിച്ച കേസിൽ നടപടി വൈകുന്നതായി പരാതി. ഇടുക്കി ജില്ലയിലെ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടത്തി. ഇടുക്കി ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ മികച്ച നിലവാരം പുലർത്തുന്ന
രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മാത്യു വർഗീസിന് യാത്രയയപ്പ് നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.